ഇടുക്കി പൂപ്പാറയിൽ പട്ടാപ്പകൽ വൻ കവർച്ച. വീട്ടമ്മ കുളിക്കാൻ കയറിയ തക്കം നോക്കി വീടിനുള്ളിൽ കിടന്ന മോഷ്ടാവ് 10 പവൻ സ്വർണ്ണാഭരണങ്ങളും 1 ലക്ഷം രൂപയും കവർന്നു. പൂപ്പാറ തോമ്പ്രക്കുഴി ജോഷിയുടെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുളി കഴിഞ്ഞ് ഇറങ്ങി വന്ന വീട്ടമ്മയുടെ മുന്നിലൂടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ശാന്തൻപാറ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൈകിട്ട് 3 മണിയോടെയാണ് സംഭവം നടക്കുന്നത്. തോമ്പ്രാക്കുടി വീട്ടിൽ ജോഷിയും കുടുംബാംഗങ്ങളും കൃഷിയിടത്തിലേക്ക് ഇറങ്ങിയ സമയത്തായിരുന്നു കവർച്ച. ഈ സമയം ജോഷിയുടെ ഭാര്യ സിനി മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. സിനി കുളിക്കാനായി കയറിയ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മോഷ്ടാവ് വീടിനുള്ളിൽ കടന്നു. തുടർന്ന് അലമാരകളെല്ലാം തുറന്ന് തിരച്ചിൽ നടത്തി. കുടുംബശ്രീ സംഘത്തിൽ നിന്നും വായ്പയെടുത്ത 1 ലക്ഷം രൂപയും 10 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളുമാണ് കവർന്നത്. ഞങ്ങൾ താഴെ കായെടുപ്പായിരുന്നു. കായ കൊണ്ട് വണ്ടിയെ വെക്കുന്ന ഞാൻ എൻ്റെ മകനുണ്ടായിരുന്നു. അപ്പോൾ ഇവരോട് വർത്താനം പറഞ്ഞിരിക്കുന്നത് ഞാൻ എൻ്റെ കൊച്ചനെ വിളിച്ച് പറഞ്ഞു, പപ്പാ പിന്നെ ഓടി വന്നു പറഞ്ഞു. എനിക്കൊന്നും മനസ്സിലായില്ല. ഞാനോട് ഇവിടെ വഴി വന്നു, വയ്യായിരിക്കുക, കൊച്ചു വീണച്ചിരിക്കുക. ഞാൻ ഓടിച്ചപ്പോഴത്തേക്ക് ഒന്നും കാണാനില്ല. ഞാൻ പുറകെ ഓടി, ആളിനെ കാണാനില്ല. അപ്പം ഈ വഴിക്കെല്ലാം ഞങ്ങൾ പോയി, അക്കരെ വഴിക്കും പോയി. കുളി കഴിഞ്ഞ് പുറത്തിറങ്ങിയ സിനി വീടിനുള്ളിൽ അപരിചിതനെ കണ്ട് ബഹളം വയ്ക്കുകയായിരുന്നു. ഇതോടെ മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു. ചുവന്ന വസ്ത്രം ധരിച്ച് മുഖം പൂർണ്ണമായും മൂടിയ നിലയിലായിരുന്നു മോഷ്ടാവെന്ന് സിനി പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. വീട്ടുകാരുടെ നീക്കങ്ങളും സമയവും കൃത്യമായി മനസ്സിലാക്കി നടപ്പിലാക്കിയ ആസൂത്രിത മോഷണമാണിതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ ശാന്തൻപാറ പോലീസ് ഉടൻ തന്നെ സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. സിറ്റി വിഷൻ പൂപ്പാറ.